രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അഷ്ടപദിയുടെ ക്ലാസ്സാണ്. 80ാമത്തെ എപ്പിസോഡാണ്. 15ാമത്തെ അധ്യായമാണ്. 6ഉം 7ഉം ശ്ലോകങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഇതിന് മുമ്പുള്ള എപ്പിസോഡ് കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ഉച്ചയ്ക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് കൃഷ്ണൻ്റെ കാമുകി രാധ, രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. ഇപ്പം ഇന്നലത്തെ വീഡിയോ നിങ്ങൾ ഉറപ്പായും കാണണം. എന്താണ് രാധാറാണി എന്ന് രാധാറാണിയുടെ മഹത്വങ്ങൾ കൃഷ്ണൻ പറയുകയാണ്. രാധയെ പൂജിച്ചാൽ എന്ന ഹെഡിങ്ങിൽ ആ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞു. നിങ്ങളത് നിശ്ചയമായും കണ്ടിരിക്കണം. പ്രത്യേകിച്ചും കൃഷ്ണഭക്തരാണെങ്കിൽ വ്യാഴാഴ്ച അഷ്ടപതി, വെള്ളിയാഴ്ച മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ധർമ്മപദം, ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അഷ്ടാവക്ര ഗീതയുണ്ട്, കേൾക്കണം. കുടുംബമായി താമസിക്കുന്നവർ ഒരിടത്തൊരിടത്തിൽ അച്ഛനുണ്ടായിരുന്നു. ഏയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഈ വീഡിയോകൾ നിങ്ങൾ കണ്ടിരിക്കണം. ജ്യോതിഷത്തിൽ താല്പര്യമുള്ളവർക്ക് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9645333999 വിളിച്ചാൽ മതി. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നി രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. ഇന്നത്തെ അഷ്ടപതി പാടിത്തരുന്നത് നിങ്ങൾക്കെല്ലാം സുപരിചിതയായി മാറിയ നമ്മുടെ തൃശ്ശൂരുള്ള രാധികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ടതാണ് രാധിക. എനിക്കെൻ്റെ കുഞ്ഞഞ്ചത്തിയെ പോലെയാണ് രാധിക. അപ്പം ഞങ്ങളുടെ രാധിക രാധേ രാധേ ചാനലിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന രാധേ രാധേ ചാനലിന് വളരെയധികം പ്രിയപ്പെട്ട രാധിക അത് പാടുകയാണ്. പാടിക്കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിക്കുന്നതായിരിക്കും. ചരണ കിസലയേ കമലാനിലയേ
നഖമണിഗണപൂജിതേ ബഹിരഭവരണം യാവകഭരണം ജനയതി ഹൃദിയോചിതേ രമതേ യമുനാ പുളിനവനേ വിജയീ മുരാരിരധുന. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട രാധിക അത് പാടിത്തന്നത് കേട്ടല്ലോ. പിന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങളത് കാണണേ. അതോടൊപ്പം ഒരു കാരണവശാലും ഇന്നലെ ഞാനിട്ട രാധയെ പൂജിച്ചാൽ എന്താണ് കിട്ടുന്നത്, ആ വീഡിയോ ഒരു കാരണവശാലും നിങ്ങൾ കാണാതെ പോകരുത്. നിങ്ങളത് നിശ്ചയമായും കാണണം. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചരണ കിസലയേ കമലാനിലയേ നഖമണിഗണ പൂജിതേ ബഹിരപവരണം യാവകഭരണം ജനയതി ഹൃദിയോജിതേ രമതേ യമുനാ പുളിനവനേ വിജയീ മുരാരിരധുന. കൃഷ്ണ. അർത്ഥം എഴുതിക്കോ. ചരണ കിസലയം. ചരണ കിസലയം. അർത്ഥം തളിരിന് തുല്യമായ പാദങ്ങൾ. തളിരിന് തുല്യമായ പാദങ്ങൾ. അടുത്തത് കമല. കമല ലക്ഷ്മി ദേവി. കമല ലക്ഷ്മി ദേവി. നിലയെ. നിലയെ ഇരിപ്പടമായ അല്ലെങ്കിൽ വസിക്കുന്ന. രണ്ടും എഴുതിക്കോ. ഇരിപ്പടമായ വസിക്കുന്ന. നഖമണി. നഖങ്ങളാകുന്ന രത്നങ്ങളാൽ. നഖമണി. നഖങ്ങളാകുന്ന രത്നങ്ങളാൽ. ഗണം. ഗണം കൂട്ടം. ഗണം കൂട്ടം. പൂജിതം. പൂജിക്കപ്പെടുന്ന. പൂജിതം. പൂജിക്കപ്പെടുന്ന. ബഹിരപവരണം. ബഹിരപവരണം പൊതിയുന്ന വസ്ത്രം. ബഹിരപവരണം പൊതിയുന്ന വസ്ത്രം. ബഹി പുറമേ എന്നുള്ള അർത്ഥം. യാവകം. യാവകം ചെമ്പരത്തിയുടെ ചാറ്. ചെമ്പരത്തി ചാറ്. ഭരണം. ഭരണം പുരട്ടുന്നു. ഭരണം പുരട്ടുന്നു. ജന അതി. ജന അതി ജനിപ്പിക്കുന്നു. ജന അതി ജനിപ്പിക്കുന്നു. ഹൃദി. ഹൃദി ഹൃദയത്തിൽ. ഹൃദയത്തിൽ. യോജിത യോജിപ്പിക്കുന്നു അല്ലെങ്കിൽ ചേർക്കുന്നു. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രീകൃഷ്ണൻ ഗോപികയുടെ നഖങ്ങളാകുന്ന രത്നങ്ങൾ കൊണ്ടങ്ങനെ അലങ്കരിച്ചിരിക്കുന്നതും തളിരുപോലെയുള്ളതുമായ കാലുകൾ, പാദങ്ങൾ മഹാലക്ഷ്മിയുടെ ഇരിപ്പിടമായ തൻ്റെ സ്വന്തം മാറിൽ ചേർത്തിട്ട് ഈ കൃഷ്ണൻ അതിൻ്റെ ശോഭ പോകാതിരിക്കാനായി വസ്ത്രത്താൽ മറയ്ക്കുന്നത് പോലെ ചെമ്പരത്തിച്ചാറ് പൂശുന്നു. ഇനി വളരെ വിശദമായിട്ട് ഇത് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ശരിക്കും ശ്രീകൃഷ്ണൻ ആ ഗോപികയുടെ കാലില് ചെമ്പരത്തിച്ചാറ് പുരട്ടിക്കൊടുക്കുന്നതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ ശ്രീകൃഷ്ണൻ എന്തു ചെയ്യുന്നു? അവളുടെ പാദങ്ങൾ തൻ്റെ രണ്ട് കൈകൾ കൊണ്ടങ്ങനെ കോരിയെടുത്തു എന്ന് രാധാറാണി പറയുകയാണ്. ഇതൊക്കെ രാധാറാണി തൻ്റെ സഖിയോട് പറയുകയാണ്. സഖി, ആ ശ്രീകൃഷ്ണൻ ഇപ്പോൾ ആ ഗോപികയുടെ പാദങ്ങൾ രണ്ടും തൻ്റെ കൈകൾ കൊണ്ട് കോരിയെടുത്തു. അപ്പൊ ഇതിലൂടെ കൃഷ്ണനും രാധാറാണിയും തമ്മിൽ ഇതിനു മുമ്പ് സംഗമിക്കുമ്പോൾ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുകയാണ് കവി. കാരണം ഇങ്ങനൊരു ഗോപിക ഇല്ല. ഈ ഗോപിക ഉണ്ടെന്നത് രാധാറാണിയുടെ സംശയം മാത്രമാണ്. അപ്പൊ രാധാറാണി കൃഷ്ണൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ തന്നോട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും ഈ ഗോപികയോട് കാണിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇവിടെ
ഈ ഗോപികയോട് കൃഷ്ണൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിലൂടെ കൃഷ്ണൻ രാധാറാണിയുമായി ഒറ്റയ്ക്ക് നികുഞ്ചത്തിൽ ഇരിക്കുമ്പോൾ എന്തു ചെയ്യുന്നു എന്ന് വ്യക്തമാകും. അപ്പൊ ശ്രീകൃഷ്ണൻ ഗോപികയുടെ പാദങ്ങള് തൻ്റെ കൈകൾ കൊണ്ട് കോരിയെടുത്തു. ആ പാദങ്ങളാകട്ടെ അതിമനോഹരമായ നഖങ്ങൾ കൊണ്ടങ്ങനെ പ്രകാശിക്കുകയാണ്. അത്രയ്ക്ക് സുന്ദരമാണ് ആ നഖങ്ങൾ. ശരിക്കും ഇത് രാധാറാണിയുടെ വർണ്ണനയാണ്. കാരണം രാധാറാണിയുടെ നഖങ്ങൾക്ക് 1000 സൂര്യന്മാരുടെ പ്രഭയാണ്. ആ തൻ്റെ സൗന്ദര്യം തന്നെയാണ് ഈ ഗോപികയിലേക്ക് രാധാറാണി ആരോപിക്കുന്നത്. അപ്പോൾ രാധാറാണി പറയുകയാണ്, കൃഷ്ണൻ ഒരു ഗോപികയുടെ പാദങ്ങൾ തൻ്റെ 2 കൈകൾ കൊണ്ട് കോരിയെടുത്തു. തോഴി, അവളുടെ നഖങ്ങളൊന്ന് കാണണം. സൂര്യകോടി പ്രഭയുള്ളതാണ്. അത് രത്നം പോലെ തിളങ്ങുകയാണ്. ആ പാദമുണ്ടല്ലോ തളിരുപോലെ മൃദുലമാണ്. അല്ല തോഴി, തളിരിനേക്കാൾ മൃദുവാണ്. കാരണം രാധാജിയുടെ പാദങ്ങൾ തളിരിനേക്കാൾ മൃദുലമാണ്. ആ പാദങ്ങള് കൃഷ്ണൻ എന്ത് ചെയ്യുന്നു തോഴി? തൻ്റെ നെഞ്ചോട് ചേർത്ത് വച്ചിരിക്കുകയാണ്. ഇനി കൃഷ്ണന്റെ മാറിടത്തെ കവി വിശേഷിപ്പിക്കുകയാണ്. കൃഷ്ണന്റെ മാറിടമെന്ന് പറയുന്നത് എന്താണ്? സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമാണ്. ലക്ഷ്മി ദേവി ഇരിക്കുന്ന സ്ഥലമാണ്. ലക്ഷ്മി ദേവി താമരയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണന്റെ മാറിടം തന്നെ എന്താണ്? ചുമന്ന് ചുമന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ എപ്പോഴാണോ കൃഷ്ണനെ നോക്കി കൈകൾ കൂപ്പുന്നത്, കൃഷ്ണന്റെ നെഞ്ചിനെ നോക്കി നിങ്ങൾ കൈകൂപ്പിയാൽ നിങ്ങൾ കൃഷ്ണനെയും വന്ദിക്കുന്നു, ലക്ഷ്മി ദേവിയെയും വന്ദിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുക. നിങ്ങൾ ഏത് കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ പോയാലും നിങ്ങൾ ഭഗവാന്റെ മുഖം മാത്രമാണ് നോക്കി വന്ദിക്കുന്നത്. മുഖം വന്ദിച്ചുകൊള്ളും. അതിനുശേഷം ഭഗവാന്റെ നെഞ്ചിനെ നോക്കി വന്ദിക്കണം. നെഞ്ചിനെ നോക്കി വന്ദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നെഞ്ചിലാണ് രാധാറാണി, സാക്ഷാൽ രാധാറാണി കുടികൊള്ളുന്നത്. ഇവിടെ രാധാറാണിക്ക് ലക്ഷ്മി എന്ന പേര് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ലക്ഷ്മി വിഷ്ണു ഭഗവാന്റെ പത്നിയാണ്. രാധാറാണി കൃഷ്ണനിൽ നിന്ന് മാറി നിന്ന് വേറൊരു സ്ത്രീയെ സങ്കല്പിച്ച് പറയുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങൾ കൃഷ്ണന്റെ നെഞ്ചിനെ വർണ്ണിക്കണം. അപ്പൊ കൃഷ്ണന്റെ നെഞ്ചെന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമാണ്. അപ്പം താമരയുടെ പുറത്തിരിക്കുന്ന ലക്ഷ്മി, അതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ നെഞ്ച് ചുമന്ന് ചുമന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള നെഞ്ചില് രത്നങ്ങൾ പതിപ്പിച്ച നഖം പോലെ ശോഭിക്കുന്ന ആ ഗോപികയുടെ പാദങ്ങള് എടുത്ത്, നഖങ്ങളുള്ള പാദങ്ങളെടുത്ത് ചേർത്ത് വെച്ചിട്ട് ഈ കൃഷ്ണൻ ഉണ്ടല്ലോ ചെമ്പരത്തിച്ചാറ് പുരട്ടി കൊടുക്കുകയാണ് ആ പാദങ്ങളിൽ. സ്വതവേ കമലദളം കൊണ്ട് ആ റോസ് കളറ് ചുമന്നിരിക്കുന്ന കൃഷ്ണന്റെ നെഞ്ച്, അതിലേക്ക് ഗോപികയുടെ 1000 സൂര്യപ്രഭയുള്ള നഖങ്ങൾ, ആ പ്രകാശിക്കുന്ന പാദങ്ങൾ എടുത്തു വച്ചിരിക്കുന്നു. അപ്പോഴേക്കും ആ പാദം ചുമന്ന രത്നം പോലെ ശോഭിക്കുന്നു. ഇപ്പൊ കൃഷ്ണന്റെ നെഞ്ചിന് ഇരട്ടി ശോഭയാകുന്നു. ഇനി കൃഷ്ണൻ ആ പാദത്തിൽ ചരണച്ചെഞ്ചാർ എന്ത് ചെയ്യുന്നു? പുരട്ടിക്കൊടുക്കുന്നു. ആ ചരണച്ചെഞ്ചാറ്, ചെമ്പരത്തിച്ചാറ് പുരട്ടുന്നതിനെ എന്തിനോട് ഉപമിക്കുന്നു എന്നറിയാമോ? അതായത് ഒരെണ്ണത്തിന്റെ ശോഭ നശിക്കാതിരിക്കാൻ വസ്ത്രം കൊണ്ട് മൂടുന്നത് പോലെ. ഇപ്പൊ നമ്മുടെ ശരീരം നല്ല വെളുത്തിരിക്കുകയാണെങ്കിൽ വെയിൽ കൊണ്ട് കറുക്കാതിരിക്കാൻ വെയിലത്ത് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വസ്ത്രം ധരിക്കും. അങ്ങനെ വസ്ത്രം ധരിക്കുന്നത് പോലെ അപ്പൊ നമ്മുടെ കൈയുടെ വെളുപ്പ്, ആ ശോഭയ്ക്ക് കുറവ് വരാതിരിക്കാനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്. അതേ കണക്ക് തന്നെ ചിലർ ഇങ്ങനെയുള്ള ഹെൽമെറ്റ് വെച്ച് വെയിലത്ത് പോകും. എന്തുകൊണ്ട്? മുഖത്ത് വെയിലടിച്ച് വാടാതിരിക്കാൻ. അതുപോലെ ഈ ഗോപികയുടെ പാദം എന്തോരു ചുമന്നിരിക്കുകയാണ്, റോസ് നിറത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ശോഭ നഷ്ടപ്പെടരുതെന്ന് കൃഷ്ണൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തോഴി, ആ ശോഭ നഷ്ടപ്പെടാതിരിക്കാൻ
പാദത്തിന്റെ പുറത്ത് വസ്ത്രമിട്ട് മൂടുന്നതിന് പകരം ഇവിടെ ചെമ്പരത്തിച്ചാറ് കൃഷ്ണൻ തൻ്റെ കൈകൾ കൊണ്ടിങ്ങനെ തേച്ചു കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അല്ലയോ തോഴി, ഇവിടെ കൃഷ്ണൻ ആ ഗോപികയുടെ പാദങ്ങൾ എടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് വച്ചിരിക്കുന്നു. പാദത്തിലെ നഖങ്ങളാകട്ടെ രത്നങ്ങൾ പോലെ ശോഭിക്കുന്നു. കൃഷ്ണന്റെ നെഞ്ചാകട്ടെ ആരുടെ ഇരിപ്പിടവും കൂടിയാണ്? സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടവും കൂടിയാണ്. ഇവിടെ നഖമണി ഗണം എന്ന് പറയുന്നത്, അതായത് രത്നങ്ങൾ പോലെ ശോഭിക്കുന്ന നഖങ്ങളുള്ള നെഞ്ചെന്ന് പറയുന്നത് കൃഷ്ണന്റെ നെഞ്ചിനെയും കൃഷ്ണന്റെ ഹൃദയത്തെയും സൂചിപ്പിക്കുന്നു. ഡബിൾ മീനിങ് ഇവിടെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഇല്ലേ, നഖമണി, രത്നങ്ങളാകുന്ന നഖങ്ങൾ, അത് ഗോപികയുടെ പാദം കൃഷ്ണന്റെ നെഞ്ചിലിരിക്കുകയാണ്. കൃഷ്ണന്റെ നെഞ്ചിലിരിക്കുന്നത് കൊണ്ട് കൃഷ്ണന്റെ നെഞ്ച് രത്നങ്ങൾ പോലെ വീണ്ടും ശോഭിച്ചു എന്നർത്ഥം പറയാം. രണ്ട്, സാക്ഷാൽ ലക്ഷ്മി ദേവി കൃഷ്ണന്റെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നഖമണി, ലക്ഷ്മി ദേവിയുടെ നഖങ്ങളും ഇതുപോലെ കോടി സൂര്യപ്രഭയുള്ളതാണ്. അപ്പൊ കൃഷ്ണന്റെ നെഞ്ചും കൃഷ്ണന്റെ ഹൃദയവും ഒന്നുപോലെ ശോഭിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഗോപികയ്ക്ക് ചരണച്ചെഞ്ചാറ് പുരട്ടിക്കൊടുക്കുന്ന അവസ്ഥയാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ആന്തരാർത്ഥം ഇതാണ്: എപ്പോഴാണോ ശ്രീകൃഷ്ണനും രാധാറാണിയും ഒന്നിക്കുന്നത്, അപ്പോഴൊക്കെ കൃഷ്ണൻ രാധാറാണിയുടെ പാദങ്ങൾ എടുത്തു വെച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തിട്ട് ആ പാദങ്ങളിൽ ചെമ്പരത്തിച്ചാറിങ്ങനെ പുരട്ടിക്കൊടുക്കും. ആ നെഞ്ചിലും ആ ഹൃദയത്തിലും രാധാറാണി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ വരികളിലൂടെ ഉദ്ദേശിക്കുന്നത് കൃഷ്ണന്റെ പുറത്തും കൃഷ്ണന്റെ അകത്തും രാധാറാണി അല്ലാതെ മറ്റാരുമില്ല എന്ന് ജയദേവ കവി ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ശ്ലോകം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയങ്കരിയായ രാധിക പാടിത്തരും. അതിനുശേഷം ഏഴാമത്തെ ശ്ലോകമെന്ന് പറയുന്നത് ഇപ്പൊ രാധേ രാധേ ചാനലിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞ റിജിന രതീഷ് പാടുന്നതാണ്. ഇപ്പോൾ രാധേ ചാനലുമായി ഒരാത്മബന്ധമാണ് റിജിനയ്ക്കും റിജിനയുടെ ഹസ്ബൻഡിനും എല്ലാം ഉള്ളത്. അപ്പൊ റിജിന, രാധേ ചാനലിന് വളരെ പ്രിയപ്പെട്ട റിജിന, ആ റിജിന രതീഷ് ഇതാ ഏഴാമത്തെ ശ്ലോകം ആലപിക്കുകയാണ്. അത് കേട്ടുകൊള്ളൂ. അതിനുശേഷം ഞാൻ പഠിപ്പിച്ചു തരാം. ചരണ കിസലയേ കമലാനിലയേ നഖമണി ഗണപൂജിതേ ബഹിരഭവരണം യാവകഭരണം ജനയതി ഹൃദയോചിതേ രമദേ യമുനാ പുളിനവനേ വിജയീ മുരാരിരധുനാ രമയതി സദൃശാ കാമഭി സുദൃശം ഗലഹലധരസോദരേ ഹരേ സഖി കിമഫലമവസം ചിരമിഹ വിരസം വദ സഖി വിടപോദരേ ഗോപാലകരമതേ യമുനാ പുളിനവനേ. അപ്പോൾ നമ്മുടെ റിജിന രതീഷ് അത് അതിസുന്ദരമായി പാടിയത് കേട്ടല്ലോ. അപ്പൊ ഇനി ആ വരികൾ ഞാൻ വായിക്കാൻ കേട്ടോളൂ. രമയതി സദൃശാം കാമപി സുദൃശം കലകലധരസോദരേ കിമഫലമവസം ചിരമിക വിരസം വദ സഖി വിടപോതരേ രമദേ യമുനാ പുളിനവനേ
വിജയീ മുരാരിരധുന കൃഷ്ണ. അർത്ഥം എഴുതിക്കുള്ളൂ. രമ അതി, രമ അതി രമിക്കുന്നു, രമ അതി രമിക്കുന്നു. സദൃശാം, സദൃശാം അനുയോജ്യമായ, യോജിച്ച, അനുയോജ്യമായ. കാമപി മറ്റൊരു, കാമപി മറ്റൊരു. സുദൃശ്യം സുന്ദരി, രണ്ടർത്ഥമുണ്ട്. ഒന്ന് സുന്ദരി, കോമ ഇട്ടിട്ട് സുന്ദരമായ കണ്ണുകൾ ഉള്ളവൾ, അങ്ങനെ രണ്ടർത്ഥം. ഒന്ന് സുന്ദരി, രണ്ട് സുന്ദരമായ കണ്ണുകൾ ഉള്ളവൾ. കല, കല അർത്ഥം നീചൻ, ദുഷ്ടൻ. കല നീചൻ, കോമ ദുഷ്ടൻ. ഹലധരൻ, ഹലധരൻ ബലരാമദേവൻ, ഹലധരൻ ബലരാമൻ. ഹലധര സോദരൻ ശ്രീകൃഷ്ണൻ, ഹലധര സോദരൻ ശ്രീകൃഷ്ണൻ. കിമഫലം, പിരിച്ചെഴുത്. കിം അധികം അഫലം, കിം അധികം അഫലം. പ്രയോജനമില്ലാതെ എന്തിന്, പ്രയോജനമില്ലാതെ എന്തിന്. അവസം, അവസം ഞാൻ തങ്ങുന്നു അല്ലെങ്കിൽ കഴിയുന്നു. അവസം ഞാൻ തങ്ങുന്നു. നമ്മുടെ നാടൻ ഭാഷയിൽ ഞാൻ ഇവിടെ എന്തിന് നിൽക്കണമെന്ന് ചോദിക്കത്തില്ലേ, അതാണ് അവസം. ചിരം, ചിരം അധിക നേരം, ഒരുപാട് നേരം. ഇഹ, ഇഹ ഇവിടെ. വിരസം, വിരസം സന്തോഷമില്ലാതെ, സന്തോഷമില്ലാതെ, കോമ പ്രയോജനമില്ലാതെ എന്നാണല്ലോ നമ്മുടെ ബോറടിക്കുക എന്ന് പറയുന്നത്. വധ, വധ പറയൂ. വിടപോതരം മരങ്ങൾക്കിടയിൽ, വിടപോതരം അർത്ഥം മരങ്ങൾക്കിടയിൽ. അപ്പൊ എന്താ ഈ വരിയുടെ അർത്ഥം എന്ന് പറഞ്ഞു തരാം. അല്ലയോ സഖി, ദുഷ്ടനായ ആ, അതായത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, അല്ലയോ സഖി ബലരാമദേവന്റെ, സാക്ഷാൽ ബലരാമ ഭഗവാന്റെ അനുജനും ദുഷ്ടനുമായ ആ ശ്രീകൃഷ്ണൻ തനിക്ക് യോജിച്ചവളും സുന്ദരിയുമായ ഒരുവളോടൊത്ത് അങ്ങനെ രമിക്കുകയാണിപ്പോൾ. അങ്ങനെ രമിക്കുമ്പോൾ ഇവിടെ ഈ വനത്തിൽ ഈ മരങ്ങൾക്കിടയിൽ വളരെ നേരം ഒരു പ്രയോജനവുമില്ലാതെ വിരസമായി ഞാൻ എന്തിന് കഴിയണം. അപ്പൊ രാധാറാണി പറയുകയാണ്, അല്ലയോ തോഴി, നീ നിന്റെ വായൊന്ന് തുറക്ക്, നീ എന്തെങ്കിലും ഒരു മറുപടി പറ. നീ നോക്കൂ, ഇവിടെ ആ കൃഷ്ണൻ, ആ കൃഷ്ണൻ എന്നെ കാണാൻ വന്നിട്ടില്ല ഇതുവരെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൃഷ്ണൻ തന്നെ കാണാൻ വരാത്തതിൽ രാധാറാണിക്ക് അമർഷവും നിരാശയും ഒക്കെ തോന്നി. ആ ക്രോധത്തിൽ നിന്ന് രാധാജി പറയുകയാണ് ഈ വാക്കുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാമുകിക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. ഒരു സ്ത്രീ ഒരു പുരുഷനെ പ്രണയിക്കുമ്പോൾ മതിമറന്ന് പ്രണയിക്കും. അവനങ്ങ് കീഴ്പ്പെടും, അവനാണ് സർവ്വതും. പക്ഷേ അവൻ തന്നെ വഞ്ചിച്ചു എന്ന് ബോധ്യമായാൽ അവൾ എത്ര കണ്ട് നിങ്ങളെ സ്നേഹിച്ചുവോ അതിൻ്റെ 1000 മടങ്ങ് ഇരട്ടി നിങ്ങളെ വെറുക്കും. അപ്പോഴവള് പറയും നിങ്ങൾ ദുഷ്ടനാണെന്ന് പറയും. ഇവിടെ രാധാറാണി അത്ര കണ്ട് കൃഷ്ണനെ സ്നേഹിച്ചു. പക്ഷേ കൃഷ്ണനെ കൂട്ടിക്കൊണ്ടു വരാൻ പോയ തോഴി വെറും കയ്യോടെ മടങ്ങിയെത്തിയതോടുകൂടി രാധാറാണിക്ക് വല്ലാത്ത നിരാശയും ദേഷ്യവും വന്നു. ആ കോപത്തിൽ നിന്നുകൊണ്ട് രാധാറാണി പറയുകയാണ്, ആ ബലരാമന് ഒരു സഹോദരനുണ്ട്, ഒരു കുരുത്തം കെട്ട സഹോദരൻ. അവന്റെ പേര് തോഴി ശ്രീകൃഷ്ണൻ എന്നാണ്. ആ ബലരാമദേവന്റെ സഹോദരനായ ശ്രീകൃഷ്ണൻ ദുഷ്ടനാ തോഴി, ദുഷ്ടനാണ്. അവൻ നീചനാണ് തോഴി, അവൻ നീചനാണ്. എന്നെ പറഞ്ഞു പറ്റിച്ച നീചനാണവൻ. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ സാധാരണഗതിയിൽ ജയദേവ കവി ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ മറ്റു പല കാര്യങ്ങളും ഗോവിന്ദൻ എന്ന് വിളിക്കാറുണ്ട്, രാധാവല്ലഭൻ എന്ന് വിളിക്കാറുണ്ട്, അല്ലേ? കൃഷ്ണന് മുരാരേ എന്ന് വിളിക്കാറുണ്ട്, മധുസൂദനൻ എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ഇവിടെ
പതിവിൽ നിന്ന് വ്യത്യസ്തമായി ബലരാമ സഹോദരൻ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. എന്താ കാരണം? അതും ആ ബലരാമന് തന്നെ ഉപയോഗിച്ചിരിക്കുന്ന പര്യായ പദങ്ങളിൽ ഏതാ ഉപയോഗിക്കുന്നത്? ഹല, ഹലം, കലപ്പ. അതാണ് ഹലാധരൻ എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബലരാമന് തന്നെ പല പല പര്യായ പദങ്ങളുണ്ട്. പല പല പര്യായ പദങ്ങൾ ബലരാമ ഭഗവാൻ ഉണ്ടായിട്ടും ഹലധരൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം ബലരാമൻ തൻ്റെ കലപ്പ കൊണ്ട് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നിലം ഉഴുതു മറിക്കുന്ന ഒരാളാണ്. യമുനാ നദി കർഷകന്റെ യമുനാ നദി കർഷകന് ഗുണം ചെയ്യാൻ വേണ്ടി പാടത്തേക്ക് ഒഴുകാൻ വിസമ്മതിച്ചപ്പോൾ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ ഈ ബലരാമ ഭഗവാൻ കലപ്പ കൊണ്ടുപോയി ആ മണ്ണിൽ ചാല് കീറി യമുനാ നദിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയതാണ്. അപ്പൊ പൊതുവെ ഗ്രാമീണരായ ഈ കർഷകര് അല്പം പരുക്കന്മാരാണ്, അവർക്ക് സ്നേഹഭാവം അല്പം കുറവാണ്. മനസ്സിലായില്ലേ? ഇവിടെ ജയദേവ കവി വളരെ ബുദ്ധിപൂർവമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ബലരാമന് പല പല പര്യായ പദങ്ങൾ ഉണ്ടായിട്ടും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? ഹലധരൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കലപ്പയെ ധരിക്കുന്നവൻ. അതായത് ഇത്രയേ ഉള്ളൂ, ആ കലപ്പയെ ധരിച്ച് ഒരു ദയയും ഇല്ലാതെ ചാല് വലിച്ചു കീറുന്ന ആളിന്റെ സഹോദരനല്ലേ ഈ കൃഷ്ണന്. ആ സ്വഭാവം വന്നില്ലേലേ അത്ഭുതമുള്ളൂ. ഇതാണ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ, ആ തന്തയുടെ മോനല്ലേ അവൻ ഇങ്ങനെ കാണിച്ചില്ലേലേ അത്ഭുതമുള്ളൂ. ഇത് പറയാൻ വേണ്ടിയാണ് ജയദേവ കവി ഇങ്ങനെ വന്നിരിക്കുന്നത്. ആ ബലരാമൻ കലപ്പ കൊണ്ട് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ യമുനാ നദിയെ ഭൂമിയിൽ ചാലി കീറി വലിച്ചടച്ച ആളാണ്. ഒരു ദാക്ഷിണ്യവും ഇല്ലാതാണ് എതിരാളികളെ കലപ്പ കൊണ്ട് തലക്കടിച്ചു കൊല്ലുന്നതും തോഴി. അതുപോലെ ഈ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ഹൃദയത്തെ അവൻ കലപ്പ കൊണ്ട് വലിച്ചു കീറിയിരിക്കുകയാണ്. ഒരു ദാക്ഷിണ്യവുമില്ലാതെ വെറും പരുക്കനായിട്ട് അവൻ എൻ്റെ ഹൃദയത്തെ നുറുങ്ങായി വലിച്ചു കീറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നെ അവഗണിച്ചുകൊണ്ട് മനോഹരമായ കണ്ണുകളുള്ള ഒരു ഗ്രാമീണ പെണ്ണുമായിട്ട് അവൻ രമിക്കുകയാണ്. അങ്ങനെ രമിക്കുന്നത് എന്നെ കലപ്പ കൊണ്ട് കീറുന്നത് പോലെ തുല്യമാണ്. അങ്ങനെ ആ നീചനായ കൃഷ്ണൻ, മര്യാദയില്ലാത്ത കൃഷ്ണൻ, മര്യാദയില്ലാത്ത ഒരു ഗോപികയുമായി രമിക്കുകയാണ്. ഇതാണ് പറയുന്നത്. അപ്പോൾ രാധാറാണി കൃഷ്ണനെ നീചനെന്നും ദുഷ്ടനെന്നും ആ കലപ്പ ധരിച്ച ആളിന്റെ സഹോദരനെന്നും പറഞ്ഞത് ഇത്രയുമാണ് അതിൻ്റെ കാരണം. തന്നെ അവഗണിച്ചു. ഒരിക്കലും ഒരു സ്ത്രീ, ഒരു പുരുഷൻ തന്നെ അവഗണിക്കുന്നത് സഹിക്കില്ല. അപ്പൊ തന്നെ അവഗണിച്ച് എൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞ് എന്നെ ഈ രാത്രി ഈ കാട്ടില് മരങ്ങളുടെ ഇടയിൽ നിർത്തിയിട്ട് പോയി മറ്റൊരു ഗോപികയുമായിട്ട് രമിക്കുകയാണ്. ആ ഗോപിക മര്യാദയില്ലാത്തവളാണ്. എന്തുകൊണ്ടാണ് ആ ഗോപിക മര്യാദയില്ലാത്തവളാണെന്ന് പറയുന്നത്? ഞാനും കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാം, ഞങ്ങൾ തമ്മിൽ എന്താണെന്നറിയാം. അങ്ങനെ മറ്റൊരു പെണ്ണ് സ്വന്തമാക്കിയ പുരുഷനെ അവളിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ ഗോപിക മര്യാദയില്ലാത്തവളാണെന്ന് പറഞ്ഞത്. അപ്പൊ കൃഷ്ണൻ ആ ഗോപികയുമൊത്ത് രമിക്കുന്നതിനെയാണ് കലപ്പ കൊണ്ട് കീറുന്നു എന്ന് പറയുന്നത്. അപ്പൊ ബലരാമൻ തൻ്റെ കലപ്പ കൊണ്ട് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ നിലം ഉഴുതു മറിക്കുന്നത് പോലെ കൃഷ്ണൻ അവഗണനയാകുന്ന കലപ്പ കൊണ്ട്, മറ്റു പെണ്ണുങ്ങളോടുള്ള താല്പര്യം കൊണ്ട് എൻ്റെ ഹൃദയത്തെ അവൻ കീറി മുറിച്ചു. അതുകൊണ്ട് എന്താണ്? അവൻ നീചനാണ്. എനിക്കിനി എന്ത് ബന്ധമാണ് കൃഷ്ണനുമായിട്ടുള്ളത്? അവൻ എൻ്റെ ആരാ? ഞാനിനി എന്തിനാ അവനുമായി ബന്ധപ്പെടുന്നത്?
കണ്ട, കോപം വന്നാൽ പിന്നെ പെണ്ണ് എന്തൊക്കെ പറയുമെന്ന് അറിയാൻ പറ്റത്തില്ല. ഈ രാത്രി മുഴുവനും ഈ ഘോര വനത്തില് ആ കള്ളക്കണ്ണൻ, ആ കള്ളകൃഷ്ണൻ, ആ കള്ളകൃഷ്ണന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഇരുന്നു തോഴി. എന്നിട്ട് എനിക്ക് എന്ത് ഫലം കിട്ടി? എന്ത് ഫലം കിട്ടി? അവൻ എന്നെ അവഗണിച്ചത് നീ കണ്ടില്ലേ? നീ ചെന്ന് അവനടുത്ത് പറഞ്ഞില്ലേ ഞാൻ കാത്തിരിക്കുന്നെന്ന്? എന്നിട്ടും അവൻ വന്നോ? ഇനി ഞാൻ ഈ നികുഞ്ചത്തിൽ ഇരിക്കണോ? നീ പറ തോഴി, ഇനി ഞാൻ ഈ നികുഞ്ചത്തിൽ ഇരിക്കണോ? ഈ രാത്രി എന്നെ പിടിച്ചിവിടെ നിർത്തിയിട്ട് മറ്റൊരു പെണ്ണിന്റെ കാലില് ചെമ്പരത്തിച്ചാറും തേച്ചവിടെ ഇരിക്കുകയാണവൻ. ദുഷ്ടനാണവൻ, അവളും മര്യാദയില്ലാത്തതാണ്. ഇനി ഞാൻ ഇവിടെ ഇരിക്കണോ തോഴി? ഇനി ഞാൻ അവനെ തിരക്കി നടക്കണോ പഴയതുപോലെ? പണ്ട് അവൻ എവിടെ പോയാലും ഞാൻ അവനെ തിരക്കി നടക്കും. പറതോഴി, മറ്റൊരു പെണ്ണുമായി രമിക്കുന്ന അവനെ തിരക്കി ഞാൻ ഇനി നടക്കണോ? എനിക്കിനി ഒരാശ്രയമായിട്ട് ആരാ ഉള്ളത് തോഴി? ഞാൻ ഇതൊക്കെ എങ്ങനെ സഹിക്കും? നീ പറയൂ, നീ മറുപടി പറയൂ. സഖി, അവൻ എനിക്ക് വാക്ക് തന്നതാണ് എന്നെ കാണാൻ വരുമെന്ന്. എന്നിട്ടാണ് അവൻ മറ്റൊരു പെണ്ണിന്റെ കാലിൽ ചരണച്ചെഞ്ചാറ്, ചെമ്പരത്തിച്ചാറ് പുരട്ടി കൊടുക്കുന്നത്. ഇവിടെ ഈ ഗോപിക നാട്യശാസ്ത്രകാരനായ ഭരതമുനിയുടെ വിധിപ്രകാരം സ്വാധീന ഭർതൃക നായിക എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. അതായത് ഒരു പുരുഷനെ സ്വാധീനിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും അവൻ അവളിൽ നിന്ന് മോചനം നേടാൻ പറ്റുന്നില്ല. അവളുടെ സൗന്ദര്യത്തിന്റെ തടവറയിലാണ് അവൻ കിടക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ അവഗണിച്ചിരിക്കുന്നത്. ഇവിടെ രാധാറാണി വലിയ ഒരു സത്യവും കൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതായത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഗാഢപ്രണയമാണ്. അപ്പോൾ ആ പുരുഷന് പിന്നീട് സ്ത്രീയോട് താല്പര്യം തോന്നിയാൽ അതിൻ്റെ അർത്ഥം ആ പുരുഷന് മറ്റൊരു പെണ്ണിൽ താല്പര്യം തോന്നി എന്നാണ്. അതുപോലെ ഇവിടെ കൃഷ്ണന് എന്നിലുള്ള താല്പര്യം കുറഞ്ഞതിനാൽ അങ്ങനെ മറ്റൊരു സ്ത്രീയിൽ അവന് താല്പര്യം തോന്നിയിരിക്കുന്നു തോഴി എന്ന് പരിഭവം പറയുകയാണ്. ഈ രാധാകൃഷ്ണന്മാരുടെ പരിഭവങ്ങള്, ശൃംഗാര കഥകള്, അത് കേൾക്കാൻ വേണ്ടിയാണ് ഭഗവാൻ നമുക്ക് കാതുകൾ തന്നത്. അത് പറയാൻ വേണ്ടിയാണ് നമുക്ക് ചുണ്ടുകളും നാവുകളും തന്നത്. ഈ ശൃംഗാര കഥ, കൃഷ്ണന്റെയും രാധയുടെയും പരിഭവം, രാധാറാണി കൃഷ്ണനെ കുറ്റപ്പെടുത്തുന്നത്, അത് കേട്ട് കൃഷ്ണൻ പുഞ്ചിരിക്കുന്നത്, കൃഷ്ണൻ രാധയെ പിന്നീട് വാരിപ്പുണരുന്നത്. ഭഗവാനും രാധാറാണിയും തമ്മിലുള്ള ശൃംഗാര കഥകള് കേൾക്കൂ, അവരുടെ പരിഭവങ്ങൾ കേൾക്കൂ, അവരന്യോന്യം ആക്രോശിക്കുന്നത് കേൾക്കൂ. അതിനല്ലേ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് കാതുകൾ തന്നത്. അതിനല്ലേ ആ കഥകൾ പറയാനല്ലേ നാവ് തന്നത്. ഭക്തരെ ഇന്നു തൊട്ട് അഷ്ടപതികൾ നിങ്ങൾ കേൾക്കൂ. എന്നും സന്ധ്യയ്ക്ക് അഷ്ടപതി പാടൂ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.